ഇത് തന്നെയാണ് ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് വളരെ അടിവരയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റുള്ളവർ അവഗണിക്കുമ്പോൾ തളരേണ്ടവരല്ല. മറ്റുള്ളവരെ അവഗണിക്കുമ്പോൾ മനസ്സിലാക്കണം, ഭഗവാനെ പരിഗണിക്കാനുള്ളൊരു ഭാഗ്യമാണ് മറ്റുള്ളവരെന്നെ. ലോകം കൈവിട്ടാലും ഈശ്വരനെ കൈവിടരുത്. ഈ വാക്ക് മറക്കരുത് നിങ്ങൾ. ഭഗവാൻ അവതരിക്കുമോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും നമ്മൾ തെറ്റിദ്ധാരണ മനസ്സിലാക്കിയത് 10 അവതാരങ്ങളേ ഉള്ളൂ എന്നാണ്. ഭാഗവതത്തിൽ 10 അവതാരങ്ങളല്ല ഉള്ളത്. ഭാഗവതത്തിൽ പറയുന്നത് തക്ഷകാദിഭ്യോ മൃത്യുഭ്യോ ന ബിഭേമ്യഹം എന്നാണ്. എനിക്ക് തക്ഷകനെയോ മരണത്തെയോ അല്പം പോലും ഭയമില്ല. കാരണം മനസ്സിന് വലിയൊരു മാറ്റമുണ്ടായി, പരിവർത്തനമുണ്ടായി എന്ന് ആ പരീക്ഷത്തിൻ്റെ ജീവിതാനുഭവത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് നമുക്കെല്ലാവർക്കും ഒരു പാഠമാണ്. നമ്മൾ ഈ ഭാഗവതം കേൾക്കുന്നത് ഇതിനു വേണ്ടിയാണ്. അതാണ് നമ്മൾ വെറുതെ സപ്താഹം കേട്ട് പോവുകയല്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് ജീവിതത്തിലൊരു മാറ്റം നമുക്ക് ഉണ്ടാവണമെങ്കിൽ കുറച്ചൊരു പണി നമ്മൾ എടുക്കേണ്ടതുണ്ട്. അത് മനസ്സിലായാൽ നിങ്ങൾ സുകൃതികളാണ്. മനസ്സിലായില്ലേ? എനിക്കെൻ്റെ ഉള്ളിലൊരു റീസ്ട്രക്ചറിങ് നടത്തേണ്ടതുണ്ട്, എൻ്റെ ഉള്ളിലൊരു റീകൺസ്ട്രക്ഷൻ നടത്തേണ്ടതുണ്ട്, ഒരു റിഫൈനിങ് നടത്തേണ്ടതുണ്ട്, ഒരു റീമോഡലിംഗ് നടത്തേണ്ടതുണ്ട്. അപ്പോഴാണ് എൻ്റെ ജീവിതത്തിലും ഒരു മാറ്റങ്ങൾ ഉണ്ടാവുന്നതെന്ന് ഒരു അവയർനെസ് നമുക്ക് വരും. അതുതന്നെയാണ് ജീവിത അനുഗ്രഹം. അനുഗ്രഹം എന്ന് പറയുന്ന വാക്കിനർത്ഥം ഈശ്വരൻ അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അനുഗ്രഹം? നിങ്ങളുടെ ഉള്ളിലാണ് നിങ്ങൾ മാറ്റം വരുത്തേണ്ടതെന്ന തിരിച്ചറിവാണ് അനുഗ്രഹം. ഇതിൽ പരം വേറെ ഒരു അനുഗ്രഹവും ഇല്ല. ഇത് നിങ്ങൾക്ക് ഉദ്ധവരിലൊക്കെ കാണാൻ സാധിക്കും. ഉദ്ധവരൊക്കെ ആദ്യം കൃഷ്ണനോട് പറയണത്, കൃഷ്ണ, അങ്ങേ വിട്ട് വിരിഞ്ഞിരിക്കാനൊന്നും എനിക്ക് പറ്റില്ല. നാഹം തവാംഗ്രി കമലം ക്ഷണാർദ്ധമപി കേശവ, അങ്ങ് പോയാൽ പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കുന്നു? പക്ഷേ ഭഗവാൻ ആ ഉദ്ധവർക്ക് വളരെ ഗംഭീരമായൊരു എക്സോസ്റ്റീവായിട്ടുള്ള ഒരു നല്ലൊരു കൗൺസിലിംഗ് കൊടുക്കുകയാണ്. ഇടയ്ക്കൊക്കെ ഉദ്ധവർ ചോദിക്കും ഭഗവാനോട്, അത് ത്യാഗം ബുദ്ധിമുട്ടല്ലേ കൃഷ്ണ? ഏകാഗ്രത കിട്ടൽ ബുദ്ധിമുട്ടല്ലേ കൃഷ്ണ? എങ്ങനെയാണ് മനസ്സിനെ ഉയർത്തിയെടുക്കേണ്ടത് കൃഷ്ണ? എങ്ങനെയാണ് ഏകാഗ്രത? ഇങ്ങനെ പല പല ചോദ്യങ്ങൾ. അങ്ങനെ ഭഗവാൻ 21ഓളം ഉദ്ധവൻ്റെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കൊടുത്ത് അവസാനം ഉദ്ധവരെന്താ പറയണത് അറിയോ? ഒരു വലിയ മാറ്റം മനസ്സിലുണ്ടായി, കൺവിക്ഷൻ വന്നു, വലിയൊരു ബോൾഡ്നെസ് വന്നു. ഉദ്ധവർ പറയുന്നത്, ഇനി എനിക്ക് ഒറ്റ കാര്യമുള്ളൂ, ഞാൻ ഒരിക്കലും അങ്ങയെ അല്ലെങ്കിൽ ആ നാമസ്മരണം മറക്കാതെ അനുഷ്ഠിക്കാൻ മാത്രം അനുഗ്രഹിച്ചാൽ മതി എന്നാണ്. എന്നെ ഉദ്ധവർക്ക് മനസ്സിലായി, മനസ്സ് മാറ്റിയെടുത്താൽ മാത്രമേ ജീവിത പ്രശ്നങ്ങളെ പരിഹരിക്കാൻ, അല്ലാതെ ഒരു കൃഷ്ണനും എൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധ്യമല്ല. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇത് നിങ്ങളുടെ ഉള്ളിൽ ഉറപ്പിക്കണം. അതാണ് ഗീതയിൽ 4-ാം അധ്യായത്തിലെ 38-ാം ശ്ലോകത്തിൽ പറയും, നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ തത്സ്വയം യോഗസംസിദ്ധ കാലേന ആത്മനിവിന്ദതി. നഹി ജ്ഞാനേന സദൃശം, ഈ ജ്ഞാനമല്ലാതെ നിങ്ങളെ പവിത്രീകരിക്കാൻ ഒരു ഷോർട്ട് കട്ടില്ല. ഇതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യം, അനുഗ്രഹം, ധന്യത എന്നൊക്കെ പറയുന്നത്. ഇത് നമ്മുടെ ഉള്ളിൽ ഉറച്ചു കിട്ടണം. എൻ്റെ മനസ്സിനെ നാമജപത്താൽ പരിവർത്തനം വരുത്തിയെടുക്കുമ്പോഴാണ് ജീവിതാനുഭവം മാറുന്നതെന്ന ഒരു വ്യക്തത, ദൃഢത നമ്മുടെ ഉള്ളിൽ അങ്ങോട്ട് ഉറയ്ക്കണം. ആ കൺവിക്ഷൻ വരണം. ആ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു ബോധം നമ്മുടെ ഉള്ളിൽ, ഇതിനെ പറയും അവബോധം എന്ന് പറയും. അതാണ് ഭട്ടതിരിപ്പാട് തുടങ്ങുന്നത്, സാന്ദ്രാനന്ദാവ ബോധം. അത് നമ്മുടെ ഉള്ളിൽ അങ്ങോട്ട് ഉറയ്ക്കണം. അപ്പോഴാണ് ഹന്തഭാഗ്യം ജനാനാം. ഇതല്ലാതെ വേറെ വഴിയില്ല. ഇത് നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അമ്പലം ഒരു രസമാണ്. ഇപ്പം ഈ പോകുന്ന പോലെ ആവില്ല പിന്നെ അമ്പലത്തിൽ. ഇപ്പം ആളുകൾ അമ്പലത്തിൽ പോകുന്നത് ആ തൊഴുന്നതോടുകൂടി കഴിഞ്ഞ ആവേശം. മനസ്സിലായില്ലേ? ആ തൊഴുത് കഴിയുന്നതോടുകൂടി അവർക്ക് ചെറിയൊരു സുഖം കിട്ടാതിരിക്കില്ല. അതുകൊണ്ടാണല്ലോ എല്ലാ മാസവും ആൾക്കാർ കൃത്യം വന്ന് തൊഴുന്നത്. അപ്പോൾ ആ ഒരു സുഖം മാത്രമാണ്, അതാണ് തൊഴുന്ന സുഖത്തിലാണ്. നമുക്ക് ആ തൊഴുന്ന സുഖമല്ല വേണ്ടത്. നമുക്ക് ആ ക്ഷേത്ര സന്നിധിയിലിരുന്ന് ജപിച്ച് 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 നമുക്കൊരു
കൃതാർത്ഥത വരും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ സമയം വേണ്ട പോലെ പ്രയോജനപ്പെടുത്തി, കിട്ടിയ ഒരു സമയം കുറച്ച് നേരം എൻ്റെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ, പവിത്രീകരിക്കാൻ, ഏകാഗ്രമാക്കാൻ, ശാക്തീകരിക്കാൻ ഞാൻ കുറച്ച് നേരം സമയം അതിനു വേണ്ടി. ഇത് തന്നെയാണ് ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? മറ്റുള്ളവർ സുഖത്തിന് വേണ്ടി തൊഴുമ്പോൾ നിങ്ങൾ മനോഫലത്തിന് വേണ്ടി പ്രയത്നിക്കും. ഏതാണ് നമുക്ക് വേണ്ടത്? ഞാൻ പറഞ്ഞു, സുഖമല്ല നമുക്ക് വേണ്ടത്. സുഖം ഇന്നുണ്ടാവാം, സുഖം നാളെ ഉണ്ടാകുമെന്ന് ഒരു കൃഷ്ണനും ഗ്യാരണ്ടി തരാൻ പറ്റില്ല. കൃഷ്ണൻ്റെ കുടുംബത്തിൽ പോലും കൃഷ്ണന് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റിയില്ല. കൃഷ്ണനോ രാമനോ പറ്റിയിട്ടില്ല. ശ്രീരാമസ്വാമിയുടെയൊക്കെ ജീവിതത്തിൻ്റെ അവസാനം നോക്കൂ നിങ്ങൾ. അവസാനം സീതാദേവിയെയും വിട്ടുകൊണ്ട്, അല്ലേ? ആണോ? രാമന് കുട്ടികളും ഇല്ല, അവസാനം സീതയില്ല, ഒറ്റയ്ക്കുള്ളൊരു താമസമായിരുന്നു ശ്രീരാമസ്വാമി. വർഷങ്ങളോളം നിങ്ങൾ നോക്കൂ. സീതാദേവി പ്രസവത്തിന് പോയി. ഈ കുട്ടികളൊക്കെ പിന്നെ വരുന്നത് 16, 17 വയസ്സുള്ളപ്പോഴാണ്. അപ്പം എത്ര കൊല്ലം സീതാദേവിയിൽ നിന്ന് വിട്ടുപിരിഞ്ഞിരുന്നു ശ്രീരാമൻ? 16 വർഷത്തോളം. കുട്ടികൾ ആ സമയത്താണ് തിരിച്ച് അയോധ്യയിലേക്ക് പിന്നെ വരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ആ കുട്ടികളെ സ്വീകരിച്ച് രാമൻ മക്കളാണെന്നൊക്കെ അറിഞ്ഞ് അവരെ സ്വീകരിക്കുന്നു. അത് കഴിഞ്ഞ് സീതാദേവിയെ എന്ന കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി തിരിച്ചു പോകുമ്പോൾ സീതാദേവി പറഞ്ഞു, ഇനി ഞാൻ അയോധ്യയിലേക്കില്ല. സീതാദേവി വന്നില്ല. ഇപ്പം രാമൻ്റെ അവസാന കാലം ഒറ്റയ്ക്ക് തന്നെയായിരുന്നു. അവതാര പുരുഷനായ രാമന് പോലും ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ സാധാരണ മനുഷ്യൻ്റെ കാര്യം പറയാനുണ്ടോ? അതുകൊണ്ട് ഇത് നിങ്ങളുടെ ഉള്ളിൽ ഉറക്കട്ടെ. ഈ 2 കാര്യങ്ങൾ നമ്മൾ കൂടുതൽ പഠിക്കും. ഞാനിപ്പോൾ അത് ആ വിഷയത്തിലേക്ക് വരുന്നില്ല. പക്ഷേ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളെ. ഭാഗവതത്തിൽ ഉദ്ധവർക്ക് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്. അവിടെ ഭിക്ഷുഗീതയിൽ പറയും 2 കാര്യങ്ങൾ എപ്പോഴും ഓർമ്മ വേണം. ഒന്ന്, എൻ്റെ ജീവിതത്തിൻ്റെ സകല പ്രശ്നങ്ങൾക്കും കാരണം എൻ്റെ മനസ്സിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന വാസനകളാണ്. അത് എൻ്റെ ദുരിതങ്ങളെ ആകർഷിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ആ ശ്ലോകം ഇതാണ്. നമുക്ക് പഠിക്കണം, അത് ഓർമ്മയിലെന്നും വെക്കണം, മനഃപ്പാഠം പഠിക്കണം. അത് ഭാഗവതത്തിലെ 11-ാം സ്കന്ധത്തിലെ 23-ാം അധ്യായത്തിൽ 43. ഇപ്പോഴല്ലേ നിങ്ങളുടെ അടുത്ത് പുസ്തകമല്ലേ, ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് എടുക്കും. ഉദ്ധവോപദേശം വരുമ്പോൾ ഞാൻ ജസ്റ്റ് അതേ ഞാൻ പറഞ്ഞത്. ഇതൊരു റിമൈൻഡിങ് മാത്രമാണ്, ജസ്റ്റ് ഓർമ്മപ്പെടുത്തലാണ്. ഇവിടെ പറയും, നായം ജനോമേ സുഖദുഃഖഹേതു നദേവദാത്മാ ഗൃഹകർമ്മകാല മനഃപരം കാരണമാമനന്തി സംസാരചക്രം പരിവർത്തയേത് നായം ജനോമേ സുഖദുഃഖഹേതു. എൻ്റെ ദുഃഖത്തിന് ഹേതു, എൻ്റെ ദുരിതങ്ങൾക്ക് ഹേതു മനഃപരം കാരണം. മനസ്സ് ദുരിതങ്ങളെ ആകർഷിക്കുകയാണ്. എനിക്കൊരു ദുരിതമാകർഷിക്കുന്ന, ദുഃഖമാകർഷിക്കുന്ന മനസ്സാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള സാധനം. മനസ്സിലാവുണ്ടല്ലോ? ദുരിതമാകർഷിക്കുന്ന ഒരു മനസ്സാണ് എൻ്റെ കയ്യിലുള്ളത്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഈ ദുരിതം ആകർഷിക്കുന്ന മനസ്സുള്ളിടത്തോളം കാലം ഒരു ദുരിതത്തിൻ്റെ പിന്നിൽ വേറൊരു ദുരിതം വന്നേ പറ്റുള്ളൂ. പക്ഷെ ഇപ്പോഴെനിക്ക് മനസ്സിലായി, എന്ത്? ദാനം സ്വധർമ്മോ നിയമോ യമശ്ച ശ്രുതം ച കർമാണി ച സൽവൃതാനി സർവേ മനോ നിഗ്രഹലക്ഷണന്ത പരോഹി യോഗോ മനസ്സമാധി. എൻ്റെ ജീവിതത്തിൽ മനസ്സിന് എന്ത് ചെയ്യണം? മനോനിഗ്രഹം. ഈ ചിന്തകളെ, ദുർബല ചിന്തകളെ നിഗ്രഹിക്കണം. അതിനാണ് ഞാൻ സാധനകൾ അനുഷ്ഠിക്കുന്നത്, അതിനാണ് ഞാൻ ക്ഷേത്രത്തിൽ പോകുന്നത്, അതിനാണ് ഞാൻ എൻ്റെ ജീവിതത്തെ ഞാൻ പ്രയോജനപ്പെടുത്തുന്നത്. ഈ ക്ലാരിറ്റി, ഈ കൺവിക്ഷൻ, ഇത് നമ്മുടെ ജലയിൽ ഉണ്ടായാൽ, ഈ ജ്ഞാനം ഉണ്ടായാൽ പവിത്രം ജീവിതം. അതാണ് കൃഷ്ണൻ പറഞ്ഞത്, നഹി ജ്ഞാനേന സദൃശം പവിത്രം ഇഹ വിദ്യതേ. ഈ ജ്ഞാനത്തിന് തുല്യമായി ജീവിതത്തെ പവിത്രീകരിക്കാൻ വേറെ യാതൊന്നും ഇല്ല. ഇത് നമ്മുടെ ഉള്ളിൽ അങ്ങോട്ട് ഉറച്ചു കിട്ടണം. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഇത്രയും നോക്കൂ, എന്തൊരു രസമാണെന്നുള്ളത്. നമ്മളിപ്പോൾ ഒരു കണ്ണാടിയിൽ നോക്കുമ്പോൾ ആ കണ്ണാടിയിൽ മുഴുവൻ പൊടി പിടിച്ചതാണെങ്കിൽ നമ്മുടെ മുഖത്തെ അതിന് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഗീതയിൽ 3-ാം അധ്യായത്തിൽ കൃഷ്ണൻ ഈ തോട്ട്സ് പറയുന്നത് എനിക്ക് തോന്നുന്നു 34-ാമത്തെ ശ്ലോകമായിരിക്കണം. അവിടെ പറയും, ധൂമേനാവ്രിയദേവഗ്നി യഥാ
ദർപ്പോ മലേനച്ച. ഇതൊക്കെ കൃഷ്ണൻ പറഞ്ഞ വരികൾ ഞാൻ ആവർത്തിക്കണമെന്ന് മാത്രം. എപ്രകാരമാണോ ഒരു കണ്ണാടിയിൽ പൊടി പറ്റിക്കഴിഞ്ഞാൽ ആ കണ്ണാടിക്ക് വേണ്ട പോലെ നമ്മുടെ ഫേസിനെ റിഫ്ലക്റ്റ് ചെയ്യാനുള്ള കഴിവില്ലാത്തത്, അതിനിപ്പോൾ എന്താ വേണ്ടത്? ആ പൊടി തുടച്ചു വൃത്തിയാക്കണം. ഇത് തന്നെ നിങ്ങൾ ഓർത്താൽ മതി. മനസ്സാകുന്ന കണ്ണാടിയിൽ ദുരിതങ്ങളാകുന്ന പൊടി പറ്റിയാൽ ദുരിതങ്ങൾ മാത്രമേ കാണുകയുള്ളൂ. അപ്പം ആ വേണ്ടാത്ത ദുഃഖങ്ങളെ, ദുരിതങ്ങളെ, കഷ്ടപ്പാടുകളെയൊക്കെ ആ പൊടികൾ അവിടെ നിന്ന് നീക്കം ചെയ്താൽ പിന്നെ കാണുന്നത് മുഴുവൻ മനോബലവും ആത്മസുഖവും ആത്മതൃപ്തിയും. നോക്കൂ നിങ്ങൾ, ഇതേ മനസ്സ് നേടിത്തരികയാണ്. അതാണ് നേരത്തെ കപിലൻ പറഞ്ഞത് അമ്മയോട്, മനസ്സ് തന്നെയാണ് ചേതക്കലസ്യ, ഓർക്കുന്നുണ്ടോയെന്ന് അറിയില്ല, ചേതക്കലസ്യ ബന്ധായ, ബന്ധനമുണ്ടാക്കുന്നതും മനസ്സാണ്. സെയിം മൈൻഡ് തന്നെയാണ് മുക്തായ, നമുക്ക് സദ്ഗതിയും തരുന്നത് മനസ്സാണ്, അധോഗതി തരുന്നതും മനസ്സാണ്. വീണ്ടും ഗീതയിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, കൃഷ്ണൻ പറയുന്നത് ആത്മനോ ആത്മൈവ ബന്ധു ആത്മനോ ആത്മൈവ രിപു. അവനവൻ്റെ എനിമിയും അവനവൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടും അവനവൻ്റെ മനസ്സ് തന്നെയാണ്. ഇതൊക്കെ നമുക്ക് വ്യക്തമായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനില്ല, കാര്യം ക്ലിയറാണ്. ഇതിപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് പോകുന്ന പോലെയാണ്. ഒരിക്കൽ നിങ്ങൾക്ക് ഡെസ്റ്റിനേഷൻ ക്ലിയറാണ്, നിങ്ങൾ മൊബൈലിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ റൂട്ട് ക്ലിയറായി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാം. ആ ഡെസ്റ്റിനേഷനിൽ നിങ്ങൾ എത്തുന്ന പോലെ നമ്മുടെ ജീവിതത്തിലും ഒരു മാപ്പ് സെറ്റ് ചെയ്ത് പോയാൽ ഇതാണ് നല്ല അനുഭവങ്ങൾ വരാനുള്ള ഒരു വഴി, മാർഗം. ഇതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഷ്ഠിക്കേണ്ട മാർഗം. ഇതിനെയാണ് പറയുക. ഇപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പ് മൊബൈലിലാണെങ്കിൽ ഇവിടെയുള്ളൊരു മാപ്പാണ്, നമ്മുടെ ഋഷിവര്യന്മാർ തന്നിരിക്കുന്ന മാപ്പാണ്. ഇവിടെയുള്ളൊരു മാപ്പാണ് ആത്മജ്ഞാന മാപ്പ്. ഇതേതാണ്? നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ഒരു ആത്മജ്ഞാനം. ഏത് ജ്ഞാനം? അവനവനെക്കുറിച്ച് ഒരു അവയർനെസ് തരുന്ന ഒരു മാപ്പ്. നമുക്ക് നമ്മളെക്കുറിച്ചുള്ളൊരു അവബോധമുണ്ടാവുക, ദിസ് ഇസ് ലൈഫ് എന്നുള്ളത്. അങ്ങനെ നമുക്ക് കടന്നു പോകാൻ സാധിച്ചാൽ തന്നെ ജന്മം സുഹൃതമാണ്, ജന്മം സഫലമാണ്, ജന്മം ധന്യമാണ്. മനസ്സിലായില്ലേ? സത്യത്തിൽ ആരുടെയും ജന്മം ദുരിതങ്ങൾ ഉള്ളതല്ല. പക്ഷെ ആരും സമ്മതിക്കില്ലത്. അയ്യോ അങ്ങനെയല്ലല്ലോ, ദുരിതങ്ങളുണ്ടല്ലോ, കഷ്ടപ്പാടുകളുണ്ടല്ലോ, വിഷമങ്ങളുണ്ടല്ലോ. പക്ഷേ അത് എന്തുകൊണ്ട് ഇല്ല എന്ന് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ മനസ്സിലെ ദുരിതങ്ങളാണ്. അവരുടെ ഇപ്പം നോക്കൂ, ഇവിടെ നല്ല കൊതുകാണ്. ഞാനിങ്ങനെ പ്രഭാഷണം ചെയ്യുമ്പോഴും എൻ്റെ പുറത്ത് അവർ പ്ലാറ്റ്ഫോം അടിച്ച് ശരിയാക്കുകയാണ്. പക്ഷേ ഞാനിപ്പോൾ ചന്ദനത്തിരി കത്തിക്കാൻ പറഞ്ഞപ്പോൾ അവരിപ്പോൾ വരുന്നില്ല. അപ്പോൾ അവർക്ക് പറ്റാത്തൊരു എൻവയറമെൻറ്റിൽ അവർ നിൽക്കുന്നില്ല. അവർക്ക് പറ്റുന്ന ഒരു അന്തരീക്ഷത്തിലേ അവർ നിൽക്കുള്ളൂ. ആണോ? പറയൂ നിങ്ങൾ. ഇതുപോലെയാണ് ദുരിതങ്ങൾ. നമ്മൾ നാമം ജപിക്കുന്നത് ഈ ദുരിതങ്ങളാകുന്ന കൊതുകുകളെ പറത്തുകയാണ്. ചന്ദനത്തിരി കത്തിച്ച് കൊതുകിനെ പറത്തുന്ന പോലെ നാമം ജപിച്ച് ഈ ദുരിതങ്ങളാകുന്ന കൊതുകുകൾ മനസ്സിൽ നിന്നും പറക്കപ്പോൾ ഉപദ്രവിക്കില്ല. അതിനത്രയും ചന്ദനത്തിരി കത്തിച്ച് പുക കൊണ്ട് കൊതുകിനെ ഓടിക്കുന്ന പോലെ അത്രയും മനസ്സിലെ ദുരിതങ്ങളാകുന്ന കൊതുകുകളെ ഏത് കത്തിച്ച് ഓടിക്കണം? നാമം ജപിച്ച് ഓടിക്കണം. അത് നമുക്ക് വ്യക്തമായാൽ നമുക്ക് കാര്യം, ജീവിതം വ്യക്തമായി, ക്ലിയറായി. നിൽക്കട്ടെ. ഇനി നമ്മൾ കാണുന്നൊരു ഭാഗം ധ്രുവചരിതമാണ്. ഇപ്പം ഇവിടെ ധ്രുവചരിതം എന്ന് പറയുമ്പോൾ നേരത്തെ സ്വയംഭുവ മനുവിൻ്റെ കഥ പറഞ്ഞപ്പോൾ 5 മക്കളുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതിൽ 3 പെൺകുട്ടികൾ. അതാണ് നേരത്തെ ദേവഹൂതിയുടെ കഥ പറഞ്ഞു. അമ്മ കപിലൻ അമ്മയ്ക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളൊക്കെ കണ്ടു നമ്മൾ. രണ്ടാമത്തത് പ്രസൂതി ദേവി, ആകൂതി ദേവി. ആകൂതിയിലാണ് നരനാരായണ ഋഷിയൊക്കെ ഉണ്ടാകുന്നത്. ആ കഥകൾ ഏകാദശത്തിൽ പറയുന്നതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല എന്ന് മാത്രം. ഇപ്പോൾ പിന്നീട് 2 ആൺമക്കളായിരുന്നു ഉണ്ടായിരുന്നത്. ആൺമക്കളിൽ മൂത്തവനായിരുന്നു ഉത്താനപാദ മഹാരാജ. ഈ ഉത്താനപാദ മഹാരാജാവ് 2 കല്യാണം കഴിച്ചിട്ടുണ്ട്. ആദ്യത്തെ കല്യാണം സുനീതി എന്ന് പറയുന്ന പെൺകുട്ടിയായിട്ടും 2 സുരുചി എന്ന് പറയുന്ന കുട്ടി. ഈ കഥകളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതുകൊണ്ട് ഞാൻ അത്ര കഥയിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകില്ല. സുനീതിയിലുണ്ടായ പുത്രനാണ് ധ്രുവൻ. സുരുചിയിലുണ്ടായ പുത്രനാണ് ഉത്തമൻ. അങ്ങനെ കാലം മുന്നോട്ട് പോയി. സുനീതിയെ സംബന്ധിച്ച്
എന്തോ ചിലർക്കൊക്കെ ഉണ്ടല്ലോ ജന്മഭാഗ്യമായിരിക്കാം, ചെറുപ്പത്തിലെ അവരനുഷ്ഠാനത്തിൽ അങ്ങനെ ജീവിതം കൃത്യമായി കൊണ്ട് നടക്കും. അതെന്തോ ഒരു സുകൃതം പോലെ അവരുടെ ജീവിതത്തിൽ അതിൻ്റെ വ്യത്യസ്തതയും കാണാൻ പറ്റും. സുനീതി അങ്ങനൊരു അനുഷ്ഠാനത്തിലൂന്നി ജീവിതം കൊണ്ടു നടന്ന ഒരാളായിരുന്നു. ഒരു വളരെ കൃത്യതയിൽ ജീവിതം കൊണ്ടു നടന്നു. അവർ കൂടുതൽ അവരുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നതിലും ശാക്തീകരിക്കുന്നതിലും സമയം കണ്ടെത്തി. എന്നാൽ സുരുചി മുഴുവൻ കുരുട്ടുബുദ്ധിയായിരുന്നു. ഈ മൊബൈലിൽ തോണ്ടി എപ്പോഴാണ് എൻ്റെ മകന് രാജ്യം കിട്ടുക, എന്നിട്ട് വേണം എനിക്ക് അടിച്ചു പൊളിക്കാൻ, എന്നിട്ട് വേണം എനിക്ക് മകൻ്റെ കൂടെ രാജമാതാവിൻ്റെ പദവിയിലിരുന്ന് കറങ്ങി ജീവിക്കാൻ. കിട്ടാവുന്ന ഭൗതിക സുഖത്തിൻ്റെ, ലൗകിക സുഖത്തിൻ്റെ ആ സ്വപ്ന ഭൂമിയിലായിരുന്നു ആര്? സുരുചി. അതുകൊണ്ട് അവരെന്ത് വെച്ചാൽ രാജാവിൽ നിന്ന് തൻ്റെ പുത്രൻ്റെ രാജ്യം കിട്ടാൻ രാജാവിന് സുരുചി എന്നുള്ള പേര്, നല്ല രുചിയുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കും. ഇപ്പം രാജാവിനെ ഭക്ഷണം കൊണ്ട് മയക്കിയെടുക്കുന്നതിൽ വിജയം കൈവരിച്ച സ്ത്രീയായിരുന്നു ആര്? സുരുചി. അപ്പം കാലം കൊണ്ട് സുരുചിയോടായി രാജാവിന് ഇഷ്ടം. നല്ല ഭക്ഷണം കിട്ടും, പിന്നെ കൊഞ്ചി കൊഞ്ചി വർത്തമാനം പറയും. രാജാവിൻ്റെ പുറത്ത് കൊതുകടിച്ചാൽ ചൊറിഞ്ഞു കൊടുക്കും. ചൊറിയുന്നവരെയാണല്ലോ കുറച്ചുകൂടി ഇഷ്ടപ്പെടുക. സുനീതിയാണെങ്കിൽ പറയും, രാജാവ് ഇതൊക്കെ മനസ്സിൻ്റെ പ്രശ്നമാണ്, മനസ്സ് നേരെയാക്കണം എന്നൊക്കെ പറഞ്ഞ് രാജാവിനെ ഉപദേശിക്കും. ചിലവർക്കാണെങ്കിൽ അതൊന്നും അത്ര ഇഷ്ടപ്പെടില്ല. ഈ ഉപദേശം ആർക്കും വേണ്ട, എല്ലാവർക്കും വേണ്ട ചൊറിഞ്ഞു കൊടുക്കുന്നവരെയാണ്. അപ്പം രാജാവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയായി? സുനീതിയല്ല, സുരുചിയായി. അങ്ങനെ സുരുചി രാജാവിനെ അങ്ങനെ പ്രീണിപ്പിച്ചും പ്രലോഭിപ്പിച്ചും അങ്ങനെ പ്രോത്സാഹിപ്പിച്ചൊക്കെ ഹൃദയം എടുത്തു. ക്രമേണ തൻ്റെ പുത്രൻ രണ്ടാമനാണ്, മൂത്തവനാണ് രാജാധികാരം, രാജപദവി അനുസരിച്ച് പോവേണ്ടത്. പക്ഷെ രാജാവിനുള്ള സ്വാധീനം കൊണ്ട് സുരുചി അത് തൻ്റെ പുത്രനിലേക്ക് സ്വയം അങ്ങോട്ട് തീരുമാനിച്ചു. സുനീതിക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ ഇത്തിരി സുരുചിയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം സുനീതിയെ സംബന്ധിച്ച് അതൊരു പ്രതിഷേധമായിട്ടല്ല കണ്ടത്. തന്നെ രാജാവ് അവഗണിക്കുന്നു. സുരുചിയാണെങ്കിൽ തന്നെക്കുറിച്ച് ധാരാളം വേദമന്ത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വേദമന്ത്രം എന്നല്ല ഇതിന് പറയുക, തലയണ മന്ത്രം എന്നാണ് പറയുക. ആർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്? രാജാവിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പം രാജാവിന് തന്നോടൊരു രുചിയില്ല, ഏറ്റവും കൂടുതൽ രുചി സുരുചിയോടാണ്. അപ്പം അതുകൊണ്ട് സുനീതി സ്വയം തീരുമാനിച്ചു, ഇതെനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. കാരണം കൂടുതൽ സമയം എനിക്ക് ഇത്തരം കാര്യത്തിൽ എനിക്ക് ഇടപെടാൻ സാധിക്കും. സത്യത്തിലുണ്ടല്ലോ, ഇന്ന് കുറേ പേര്, നിങ്ങളൊക്കെ പ്രായമായി വരുന്ന, കൂടുതലൊക്കെ സീനിയർ സിറ്റിസനാണ് പറയാനുള്ളത്, നമ്മൾ ഒറ്റപ്പെടുന്നത് ഒരിക്കലും ഒറ്റയ്ക്കാവാനാവരുത്. ഒറ്റപ്പെടും നമ്മൾ. എല്ലാവരിലും ഒരു ഒറ്റപ്പെടലുണ്ട്, പക്ഷെ അത് ഒറ്റപ്പെടാനാവരുത്. അത് കൂടുതൽ കരുത്തുള്ളത് ആവാനായിരിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ കൂടുതൽ ആരോട് അടുപ്പിക്കണം? അതാണ് എന്തൊരു സൗഭാഗ്യം എന്നറിയോ. നിങ്ങൾക്ക് ഈ ജീവിതം ആസ്വദിക്കാനൊരു ബുദ്ധി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്കിരിക്കുന്നതിനേക്കാൾ ആനന്ദം വേറെയില്ല. ഒരു മൊബൈലും തോണ്ടാതെ, ഒന്നും തോണ്ടാതെ തന്നെ. കാരണം നിങ്ങൾക്കിതിലൊരു രുചി വേണം, ഇതിലൊരു ആനന്ദം കണ്ടെത്തണം. ജപിക്കുന്നതിലൊരാനന്ദം, വായിക്കുന്നതിലൊരാനന്ദം, എഴുതുന്നതിലൊരാനന്ദം, ശ്ലോകങ്ങളും കീർത്തനങ്ങളും പറയുന്നതിലൊരു ആനന്ദം. അങ്ങനെ സമയം പോലും കടന്നു പോകുന്ന അറിയില്ല. സത്യത്തിൽ ജീവിതം ആനന്ദമാണ്, ജീവിതം ഒരു രസമാണ്. ജീവിതം ഒരിക്കലും ബോറിംഗ് അല്ല. ഈ ബോറിംഗ് എന്ന് പറയുന്നതൊക്കെ അവരവരുടെ വാസനയിൽ മാത്രം സുഖം കാണുന്നവരാണ്. ഷോപ്പിങ്ങിന് പോകണു, വായും പൊളിച്ച് അവിടെയും കൂടെയൊക്കെ നോക്കണു, കുറേ വായിൽ നോക്കികളായിട്ട് ജീവിതം തീർക്കുകയാണ്. കുറേ അതും ഇതൊക്കെ കണ്ടതൊക്കെ വാങ്ങി കഴിക്കുന്നു. ഇതിലാണ് അവരുടെയൊക്കെ ആനന്ദം എന്ന് പറയുന്നത്. കാരണം അതിലെ മനസ്സ് കുറച്ച് നേരം മുഴുകുന്നുള്ളൂ. എന്നാൽ നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് മനസ്സിലായി, മനസ്സിനെ നമ്മൾ നാമജപത്തിലേക്ക് ലയിപ്പിക്കാൻ, മനസ്സിനെ നിങ്ങൾക്ക് ഈ ഒരു വാസനയിലേക്ക് ലയിപ്പിക്കാൻ, ഇതിനൊരു രുചി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഇതിലൊരു ആനന്ദം കിട്ടിയിട്ടുണ്ടെങ്കിൽ, പിന്നെ നിങ്ങൾക്ക്
മറ്റൊന്നിൽ ഒരു ആനന്ദം നിങ്ങൾക്ക് മനസ്സിലാവും അതിലല്ല ആനന്ദം എന്ന്. നിങ്ങൾ പിന്നെ ഒറ്റപ്പെടലില്ല, നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളെപ്പോഴും ആക്റ്റീവാണ്, നിങ്ങൾ വളരെ അലേർട്ടാണ്, നിങ്ങൾ വളരെ ഇൻട്രാക്റ്റീവാണ്, നിങ്ങൾ വളരെ ഇൻട്രോസ്പെക്റ്റീവാണ്, നിങ്ങൾ വളരെ മെൻ്റലി വളരെ വേറൊരു ലോകത്തിലാണ്, നിങ്ങളുടെ ഒരു സ്പിരിച്വൽ റിലംബിലാണ്, നിങ്ങളൊരു ഹൈലി ഇലവേറ്റഡ് ഒരു അവസ്ഥയിലാണ്. കാരണം നിങ്ങളുടെ മൈൻഡ് അത്രയും എന്തൂസിയാസ്റ്റിക്കാണ്, വളരെ ഇൻസ്പയർഡാണ്, വളരെ മോട്ടിവേറ്റഡാണ്, വളരെ നിങ്ങൾക്കൊരു ജാഗ്രത വരും. അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ, ഇത് നമ്മുടെ ജീവിതത്തിൽ കിട്ടണമെങ്കിൽ അതാണ് സുകൃതം എന്ന് പറയുന്നത്, ഭാഗ്യം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അത് ഇപ്പോഴേ നമ്മൾ ചെറുപ്പത്തിലേ ഡെവലപ്പ് ചെയ്താൽ ആർക്കും നമ്മളെ ഒറ്റപ്പെടുത്താൻ പറയൂ സാധ്യമല്ല. നിങ്ങൾ ഒറ്റയ്ക്കല്ല, അതിങ്ങനെ ഉറപ്പിക്കണം, ഞാൻ ഒറ്റയ്ക്കല്ല, എന്നെ ഒറ്റപ്പെടുത്താൻ ഒരാൾക്കും. എത്ര പേർക്ക് അത് ബോധ്യം വന്നിട്ടുണ്ട് എന്നെ ഒറ്റപ്പെടുത്താൻ? പിന്നെ നിങ്ങൾക്ക് എവിടെ ലോൺലിനെസ് ഉണ്ടാവുക, പിന്നെ ഇവിടെ ബോറിങ് ഉണ്ടാവുക. സത്യത്തിൽ എൻ്റെ ഡിക്ഷണറിയിലൊന്നും ബോറിങ് എന്നുള്ള ശബ്ദമില്ല, സത്യത്തിലില്ല. മനസ്സിലായില്ലേ? കാരണം അത്ര ഒരു രസമാണ്. ഞാൻ യാത്ര ചെയ്യുമ്പോൾ കഴിയുന്നതും പുറത്തേക്കൊക്കെ പോകുമ്പോൾ, ഒറ്റയ്ക്കൊക്കെ പോകുമ്പോൾ ഏറ്റവും ആനന്ദമാണ്. കാരണം കൂടുതൽ ഇപ്പോഴും ആ സമയത്താണ് വല്ലതും റെഫർ ചെയ്യാൻ പറ്റുമോ നോക്കുക, വല്ലതും നമ്മൾ ഗീതയിൽ പഠിക്കാത്ത കാര്യങ്ങൾ പഠിക്കാൻ വല്ലതും ഉണ്ടോ നോക്കുക. എന്തൊരു രസമാണ്, സമയം കടന്നു പോകുന്ന അറിയില്ല. അപ്പോൾ പെട്ടെന്ന് സമയം ഇങ്ങനെ ഇപ്പം നോക്കൂ, നമ്മൾ 2 ദിവസം കഴിഞ്ഞു സപ്താഹം, എത്ര ഫ്ലൈ ചെയ്യല്ല സമയം, ഓടുകയാണ് സമയം. അപ്പം ഇങ്ങനെ ജീവിതത്തെ ആസ്വദിക്കണമെങ്കിൽ മനസ്സിനെ നല്ല കാര്യത്തിൽ മുഴുകിപ്പിക്കാൻ, അതിൽ ഉറപ്പിക്കാൻ, അതിൽ ലയിപ്പിക്കാൻ നമ്മൾ നിരന്തരം പരിശീലിക്കണം. അതാണ് തുടക്കത്തിലൊക്കെ ഇത്തിരി ഉണ്ടല്ലോ, നാമം ജപിച്ച് മനസ്സിനെ അങ്ങനെ അരച്ചരച്ച് നാമത്തിലേക്ക് ചേർക്കണം. ഇവിടെ കളഭം ഒക്കെ ഉണ്ടാക്കുന്നത് കണ്ടില്ലേ? അതിപ്പോഴും കൈകൊണ്ട് അരച്ച് ആ മുട്ടി ഇങ്ങോട്ട് തേഞ്ഞ് കിട്ടാൻ കുറച്ചൊരു പാടാണ്. ഇതുപോലെ ഇതിലൊരു ആനന്ദം കിട്ടാൻ നമ്മൾ മനസ്സിനെ കുറച്ചു നേരം ഈ അനുഷ്ഠാനങ്ങളിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്ന് ശീലിച്ചു പിന്നെ ഭാഗവതത്തിലേക്കും പിന്നെ ഏതിലേക്കും കൊണ്ടുപോകാൻ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. സുനീതി അങ്ങനെ ട്രെയിൻഡ് ആളായിരുന്നു. അതുകൊണ്ട് രാജാവിന് തന്നിൽ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് കണ്ടപ്പോൾ സുനീതിക്ക് കൂടുതലൊരു സൗഭാഗ്യമായി തോന്നി. രാജാവിന് എന്നിൽ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ എനിക്ക് അത്രയും സമയം ഇത്തരം കാര്യങ്ങളിൽ ഇൻട്രസ്റ്റോടുകൂടി ജീവിക്കാൻ അതൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് ആര് കണ്ടത്? സുനീതി കണ്ടത്. ഇത് വളരെ അടിവരയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റുള്ളവർ അവഗണിക്കുമ്പോൾ തളരേണ്ടവരല്ല, മറ്റുള്ളവരെ അവഗണിക്കുമ്പോൾ മനസ്സിലാക്കണം ഭഗവാനെ പരിഗണിക്കാനുള്ളൊരു ഭാഗ്യമാണ് മറ്റുള്ളവരെന്നെ അവഗണിക്കുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് അവഗണിക്കപ്പെടുമ്പോൾ വേറൊരു ഭാഗത്ത് നമ്മൾ കൂടുതൽ എന്ത് ചെയ്യണം? ഇൻവോൾവ് ചെയ്യണം. ഇന്നിപ്പോൾ അങ്ങനെയല്ല, വീടുകളിലൊക്കെ ഒരവഗണന വരുമ്പോൾ വേറൊരുത്തന്നെ പോയി തോണ്ടാൻ തുടങ്ങും. അപ്പോഴാണ് കുടുംബകലഹങ്ങളൊക്കെ ഉണ്ടാവുന്നത്. മനസ്സിലായില്ലേ? ഇവിടെ ആരിൽ തോണ്ടണം? ഇവിടെ ആരിൽ മുഴുകണം? ഭഗവാന്റെ കാര്യത്തിൽ. അങ്ങനെ സുനീതി തൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി അങ്ങനെ കൊണ്ടുപോയി. കാലം മുന്നോട്ട് പോയി. ഒരിക്കൽ കൊട്ടാരത്തിൽ സുനീതി പോവാറില്ലെങ്കിലും ഒരിക്കൽ ധ്രുവൻ ചെല്ലുമ്പോൾ അവിടെ അച്ഛൻ്റെ മടിയിലിരിക്കുന്നു ഉത്തമൻ. അപ്പം ഇത് കണ്ടപ്പോൾ കുട്ടിയല്ലേ, ധ്രുവനും തോന്നി അച്ഛൻ്റെ മടിയിലൊന്നിരിക്കുകയെന്ന്. ആ അച്ഛൻ്റെ മടിയിലേക്കിരിക്കാൻ വേണ്ടി ധ്രുവൻ ചാടുന്നതും, അച്ഛൻ ഒരു പരബ്രഹ്മം, പ്രത്യേക വികാരമൊന്നുമില്ലാത്തൊരു ജീവി അങ്ങനെ ഇരിക്കുന്നുണ്ട്. കാരണം സുരുചി അങ്ങനെയാണ് ട്രെയിൻ ചെയ്തിരിക്കുന്നത്. വരച്ച വരയിൽ ഈ ആനയെ പിടിച്ച് നിർത്തിയതുപോലെയാണ്. ആ തോട്ടി ചാരി വെച്ചാൽ പിന്നെ ആന അധികം അത് ഇളകില്ല. ആ തോട്ടിയുടെ ബലത്തിലാണ് അത് നിൽക്കുന്നത്, അല്ലേ? ഇതുപോലെ സുരുചി ഒരു തോട്ടി ചാരി വെച്ചിരിക്കുകയാണ്. ആരെ മേല്? ആനയുടെ മേലല്ല, രാജാവിൻ്റെ മേല്. അതുകൊണ്ട് വരച്ച വരയുന്ന ആ മനുഷ്യൻ മാറില്ല. അങ്ങനെ ഒരു ഭൂതം പോലെ അയാൾ അവിടെ ഇരിക്കുന്നു. ധ്രുവൻ മടിയിലേക്ക് കയറാൻ നോക്കുന്നു. സുരുചി അത് അട്ടഹസിച്ച് വരുന്നു, ഓടി വരുന്നു. ആ കുട്ടിയെ വലിച്ചെടുത്ത് മാറ്റി. നിനക്കവിടെ ഇരിക്കാൻ എന്താടാ അധികാരം? നിനക്കെന്താ അതിന് അർഹത? നീ ആരാണടാ? നീ അന്യസ്ത്രീ സംഭവം. നിന്റെ അച്ഛൻ ഉപേക്ഷിച്ചവളല്ലേ നിന്റെ അമ്മ? അവളുടെ പുത്രന് ഈ രാജ്യം ഭരിക്കാൻ എന്താ അർഹത?
അതെൻ്റെ മകൻ ഇരിക്കാനുള്ള സ്ഥലമാണ്, എൻ്റെ മകനാണ് അതിന് യോഗ്യത. ആ മടി മാത്രമല്ല, ആ സിംഹാസനം. എന്നിട്ട് പറഞ്ഞു, നിനക്ക് അങ്ങനെ ഒരു മോഹം വല്ലതുണ്ടെങ്കിൽ പോയി മരിച്ച് എൻ്റെ വയറ്റിൽ എൻ്റെ കുട്ടിയിട്ട് വരണം. ഇതാ കൊച്ചു കുട്ടിയുടെ മുഖത്ത് നോക്കി പറയാൻ ലജ്ജയില്ലാത്ത സ്ത്രീയായിരുന്നു ആര്? സുരുചി. ആ കുട്ടിയുടെ മുഖത്ത് നോക്കി ഇത് പറഞ്ഞതും കുട്ടി ഇങ്ങനെ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി, എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടോന്നും. അച്ഛനാണെങ്കിൽ തോട്ടി വെച്ച് ഹാനല്ലേ, ഒരിളക്കുമില്ല, ഇങ്ങനെ നോക്കുന്നുണ്ട്, എന്തോ കേട്ട ഭാവം. കാരണം അങ്ങോട്ട് ഡെയിലി കേട്ടുകൊണ്ടിരിക്കുകയാണതേ. അങ്ങോർക്കതിൽ പ്രത്യേകിച്ച് വികാരമൊന്നും തോന്നിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ആ കുട്ടി അവിടുന്ന് ആ മനോവേദനയും കൊണ്ട് ഓടുന്നു, ചെന്ന് അമ്മയെ കെട്ടിപ്പിടിക്കുന്നു, പൊട്ടി പൊട്ടി കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞ്. അമ്മ കുറേ തലയൊക്കെ തലോടി. കുട്ടി ചെറിയ കുട്ടികളല്ലേ, കുറുമ്പ് വികൃതി അടി ഇടിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം കുട്ടിയോട് ചോദിക്കാൻ എന്തിനാണെന്ന്. അപ്പോഴേക്കും കൊട്ടാരത്തിലെ തോഴിമാർ വന്ന് കാര്യങ്ങൾ പറഞ്ഞു. സുരുചി അത്രയും വേദനിപ്പിക്കുന്ന വാക്കുകളാണ് ഈ കുട്ടിയോട് പറഞ്ഞത്. പ്രതീക്ഷിക്കാത്ത വാക്കുകൾ, മർമ്മത്തിൽ കൊള്ളുന്ന, ഹൃദയത്തിൽ തറയ്ക്കുന്ന വാക്കുകളാണ്. ഇതൊക്കെയാണ് സുരുചി പറഞ്ഞതെന്ന് ഒരുപക്ഷെ തൃശ്ശൂരിലുള്ള ഒരാളാണ് കേൾക്കുന്നതെങ്കിൽ, ഒരു മലയാളിയാണ് കേൾക്കുന്നതെങ്കിൽ പിന്നെ എന്താ ഉണ്ടാവുക? പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഗവൺമെൻറ് പോലത്തെ ഒരു ഗവൺമെൻറ്റും പിന്നെ അവിടെ എന്താ സംഭവിക്കുക ഞാൻ പറയേണ്ട കാര്യമുണ്ടല്ലോ. അപ്പം പ്രതികാരവുമായിട്ട് ഉണ്ടാവും ഇല്ലയോ? എന്താ ഒന്നും മിണ്ടാത്ത നിങ്ങൾ? ചൂലെടുക്കോ ഇല്ലയോ? അങ്ങനെ തൻ്റെ മകനെ വെറുതെ വേണ്ടാത്ത വാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കുന്നൊരു സ്ത്രീയോട് എന്നാൽ അവളൊരു രണ്ട് ചോദിച്ചിട്ട് കാര്യം ചോദിക്കും. എല്ലാവരും നിങ്ങളിൽ എത്ര പേര് ചോദിക്കും? വേണ്ട, കൈപൊക്കണ്ട ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ. സ്വഭാവം പുറത്ത് വരും. അതിപ്പോൾ എത്ര നാമം ചൊല്ലിയാലും അട്ടയെ പിടിച്ച് മെത്തേ കടത്തിയാലും ചിലപ്പോൾ അതിൻ്റെ സ്വഭാവം കാണിക്കും. അപ്പം ഇവിടെ ആ കുട്ടി പൊട്ടിക്കരഞ്ഞതൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ അവിടെയാണ് ആ സുനീതിയുടെ അനുഷ്ഠാനത്തിൻ്റെ ശക്തി. ആ ടെമ്പർ കംപ്ലീറ്റ് അവർക്ക് കൺട്രോൾ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. തൻ്റെ മകൻ കടന്നു പോകുന്ന ഒരു വേദന, തന്നെയും തൻ്റെ പുത്രനെയും ഇൻസൾട്ട് ചെയ്യുന്ന, അച്ഛൻ്റെ മുന്നിലത്തെ അവഹേളിക്കുന്ന, വളരെ നിന്ദ്യമായ വാക്കുകൾ പറഞ്ഞ ആ സമയത്ത് സുനീതി കുട്ടിയുടെ തലയിൽ കൈവച്ചുകൊണ്ട്, അതുവരെ ആശ്വസിപ്പിക്കുകയായിരുന്നു, കൈവച്ചുകൊണ്ട് പറയുന്ന വരികൾ 8-ാം അധ്യായത്തിൽ പഠിക്കേണ്ടതുണ്ട്. കുട്ടിയുടെ തലയിൽ കൈവച്ചുകൊണ്ട് പറയുന്നു, ആതിഷ്ഠതത്താദ വിമത്സരത്വം ഉക്തം സമത്രാവിയത വെളീകം ആരാധയാദുക്ഷജപാദപത്മം യദീച്ഛസേ അധ്യാസനം ഉത്തമോ യഥാ. എന്താ ഉണ്ണി? ആദിഷ്ടതത്താത. ഉണ്ണി തളരാനല്ല ഭൂമിയിൽ വന്നത്, ജീവിതം കൈവിടാനല്ല വന്നത്. ലോകം കൈവിട്ടാലും ഈശ്വരനെ കൈവിടരുത്. ഈ വാക്ക് മറക്കരുത് നിങ്ങൾ. ദ വേൾഡ് മേ ലീവ് യു ബട്ട് യു ഷുഡ് നോട്ട് ലീവ് ഭഗവാൻ. ലോകം നമ്മളെ കൈവിട്ടാലും പറയൂ, ഈ ഗുരുവായൂരമ്പലത്തിലൊക്കെ വരുന്ന എല്ലാ ഭക്തന്മാരും ഈ ഒരു പ്രതിജ്ഞ ചെയ്തു പോയാൽ തന്നെ എത്ര നല്ലതാണ്. ലോകം എന്നെ കൈവിടാം, ബന്ധങ്ങൾ എന്നെ കൈവിടാം, സമ്പത്ത് എന്നെ കൈവിടാം, പക്ഷെ ഞാനൊരിക്കലും ആരെ കൈവിടില്ല. ഇത് പറയാൻ ധൈര്യമുള്ളവർ എത്ര പേരുണ്ട്? എത്ര പേർക്ക് ഉള്ളിൽ തട്ടി ഇത് പറയാനുള്ളൊരു കരുത്തുണ്ട്? ഇതാണ് അമ്മ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. വേൾഡ് മേ ലീവ് യു ബട്ട് യു ഷുഡ് നോട്ട് ലീവ് ഗോഡ്. ഭഗവാൻ, ആത്മബന്ധുവായ ഭഗവാനെ വിടരുത്. ആത്മസ്വരൂപനായ ഭഗവാനെ പറയണ. ആദിഷ്ടതത്താതെ, ഞാൻ വായിക്കുന്നത് 4-ാം സ്കന്ധത്തിലെ 8-ാം അധ്യായത്തിലെ 19-ാമത്തെ ശ്ലോകം. ആദിഷ്ടതത്താദ വിമത്സരത്വം ഉക്തം സമത്രാവിയത വെളീകം ആരാധയാദുക്ഷജപാദപത്മം യദീച്ഛസേ അധ്യാസനം ഉത്തമോ യഥാ. ഉത്തമൻ അവിടെ ഇരിക്കുന്ന അർഹത നേടിയത്. നീ വിചാരിക്കണ്ട ഉണ്ണി, നിനക്കതൊന്നും കിട്ടില്ല എന്നുള്ളത്.
നമുക്കും ഇതെല്ലാം ഭഗവാൻ എത്തിച്ചു തരും. ഭഗവാൻ നമ്മളെ ഒരിക്കലും കൈവിടില്ല. ഭഗവാൻ കൈവിടാതിരിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ആ ഭഗവാനെ മുറുകെ പിടിക്കണം. ഒരു ഭക്തനും ഭഗവാനും തമ്മിലുള്ള ബന്ധം രാമകൃഷ്ണ പരമഹംസർ പറയും, കുരങ്ങൻ്റെ കുഞ്ഞും കുരങ്ങനും പോലെയാണെന്നാണ്. അതായത് കുരങ്ങൻ്റെ കുഞ്ഞ് കുരങ്ങനെ ഇങ്ങനെ അള്ളിപ്പിടിച്ചിങ്ങനെ വയറിൽ മുറുക്കി പിടിച്ചങ്ങനെ ഇരിക്കും. കുരങ്ങൻ എങ്ങോട്ടൊക്കെ ചാടിയാലും ആ കുട്ടി, നിങ്ങൾ വൃന്ദാവനത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ കാട് പ്രദേശങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ കുരങ്ങൻ്റെ കുട്ടി ഇങ്ങനെ തൂങ്ങിക്കിടക്കണം കാണാം. കുരങ്ങനാണെങ്കിൽ ഇങ്ങനെ സാധനം തൂങ്ങിയിട്ടുണ്ട് എന്നുള്ള ബോധം പോലും ഉണ്ടാവില്ല. അതതിൻ്റെ തനി സ്വഭാവം. ഒരു കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്കും അവിടേക്കൊക്കെ ചാടിയാലും ആ കുട്ടി ഇന്ന് വരെ വീണ ചരിത്രമില്ല. ഇതുപോലെ നമ്മൾ ഒരു തൂക്കം ആരില് ഭഗവാനിൽ. അങ്ങനെ തൂക്കുമ്പോൾ ഭഗവാൻ ഒന്ന് കുടഞ്ഞു നോക്കുന്നതാണ്. അതിൽ മിക്കവാറും ഭക്തന്മാർ വീണു പോവും. കാരണം ഭഗവാൻ തരുന്ന ചില പരീക്ഷണങ്ങളൊക്കെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ അത്ര എളുപ്പമൊന്നല്ല. ഭഗവാൻ ഇന്ന് ചില പരീക്ഷണങ്ങളിലൂടെയൊക്കെ അങ്ങോട്ട്, കടുത്ത പരീക്ഷണങ്ങളിലൂടെയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി കളയും. കാരണം ഭഗവാൻ നോക്കും, വീഴുവോ ഭക്തൻ, വീഴുവോ ഭക്തൻ, വീഴുവോ ഭക്തൻ. ഈ വീഴില്ല എന്ന് ഉറപ്പ് വന്നാൽ പിന്നെ ഭഗവാൻ ഓക്കെ, സർട്ടിഫൈഡ്, ISI പ്രൂഫ്ഡ്, ഏറ്റവും നല്ല ആരാണ്? ഭക്തോത്തമനായി മാറിയതാണ്. പക്ഷെ അങ്ങനെ വിടാതെ പിടിക്കാനുള്ള ഒരു മെൻ്റൽ സ്ട്രെങ്ത് വരണമെങ്കിൽ അതിന് കുറച്ച് പണിയെടുക്കണം, മെനക്കെടണം. അല്ലാതെ ഒന്നും അത് വരില്ല. പറയാൻ സ്റ്റേജിൽ നല്ലോണം പറയാം, വിടരുത് 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 എന്ന്, മനസ്സിലായില്ലേ? പക്ഷേ എന്തെങ്കിലും നഷ്ടങ്ങളും കഷ്ടങ്ങളും കോട്ടങ്ങളും വിഷമങ്ങളും വരുമ്പോൾ ആ സമയത്ത് അയ്യോ എന്നേ വിളി വരുള്ളൂ. ഗുരുവായൂരപ്പ എന്നുള്ള വിളി വരുമോ? വല്ല വേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പ ഭഗവാനെ എന്നൊക്കെ വരുമോ? എന്താ ഒന്നും മിണ്ടാത്ത നിങ്ങൾ? വരുമോ? പ്രസവ വാർഡിൽ പോയി നോക്കിയാൽ മതി. ഞാൻ ഈ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടേഴ്സൊക്കെ നമ്മൾ ഇതിനൊക്കെ വരുമ്പോൾ അവരോട് ചോദിക്കും, നിങ്ങളൊക്കെ ഈ പ്രസവം എടുക്കുന്നവരല്ലേ? എത്രയോ ഭക്തന്മാരൊക്കെ പ്രസവിക്കുന്നുണ്ടല്ലോ. ഏതെങ്കിലും ഒരു ഭക്തൻ ഗുരുവായൂരപ്പാ കൃഷ്ണ എന്നൊക്കെ പറഞ്ഞ് പ്രസവിച്ചവരുണ്ടോ എന്ന്. അപ്പം അവർ പറയും, ഞങ്ങളാണ് അങ്ങനെ പറയാറ് സ്വാമി, കാരണം ഇതൊന്ന് പ്രസവിച്ച് കിട്ടണ്ടേ. ഇതൊന്ന് പ്രസവിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പറയും, എന്താ ഗുരുവായൂരപ്പ ഇതൊന്ന് പ്രസവിച്ചാൽ നന്നായിരുന്നു. ആ പ്രസവ വേദന വന്നപ്പോൾ പോട്ടെ, അവരെ കാര്യം വിടും. നിങ്ങൾ എത്ര പേര് ഗുരുവായൂരപ്പ വിളിച്ചിട്ടുണ്ട് പ്രസവ വേദന സമയത്ത്? സത്യമാണോ പറയുന്നത്? അത് വാർഡിലേക്ക് കയറുന്നതിന് മുമ്പ് ഗുരുവായൂരപ്പ എന്നൊക്കെ വിളിച്ചിട്ടുണ്ടാവും. ശരിക്കും വേദന വരുന്ന സമയത്ത് ഗുരുവായൂരപ്പ എന്നൊക്കെ വരണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണോ? എന്താ മിണ്ടാത്തത്? എളുപ്പമാണോ? ബുദ്ധിമുട്ടാണോ എളുപ്പമാണോ? അല്ല, ഞാൻ പ്രസവിച്ചില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അല്ല, ഒരു അനുഭവം ഉള്ളവർക്കല്ലേ പറയാൻ പറ്റുള്ളൂ, അല്ലേ? നമുക്ക് പ്രസംഗിക്കാനേ പറ്റുള്ളൂ, പ്രസവിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ എളുപ്പമല്ലത്. ചിലവർക്ക് പ്രാക്ടീസ് കൊണ്ട് സാധിക്കും. ഇവിടെ ആ കുട്ടിയോട് പറയുകയാണ്, നീ ആര് കൈവിട്ടാലും ആരെ കൈവിടരുത്. ഇത് നമ്മൾ ഓർത്ത് വെച്ചോളാം. ആര് കൈവിട്ടാലും ഭഗവാനെ നമ്മൾ ഒരിക്കലും കൈവിടരുത്. ഇത് കേട്ടില്ലേ കുട്ടി? ഭഗവാനെ ഞാൻ മുറുകെ പിടിച്ചാലല്ലേ കൈവിടാതിരിക്കാൻ പറ്റുള്ളൂ. ഇപ്പോഴും അപ്പിടുത്തം കിട്ടിയിട്ടില്ല. ഇപ്പോൾ കുട്ടിക്കൊരു ബോധം വന്നു, ഭഗവാനെ മുറുകെ പിടിച്ചാൽ ഭഗവാൻ ഉന്നതികളിലേക്ക് എത്തിക്കും, ഭഗവാൻ അനുഗ്രഹിക്കും. ലോകത്തിൻ്റെ മുന്നിൽ തല ഉയർത്തി നിൽക്കണം. എന്നെ ഉയർത്താൻ ആർക്ക് സാധിക്കും? ഭഗവാന് സാധിക്കും. പിന്നെ കുട്ടി അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുകയാണ്. എന്നാൽ ഭഗവാനെ ഒന്ന് ശരിക്കും കാണണം, മുറുകെ പിടിക്കണം. എവിടെ എന്താ ഒന്നും അറിയില്ല, ഇറങ്ങി പുറപ്പെട്ടു എന്നാണ്. അങ്ങനെ വഴിയിൽ വെച്ചതാണ്. നല്ലതിനൊക്കെ നമ്മൾ ഇറങ്ങി പുറപ്പെട്ടാൽ വഴി കാണിക്കാൻ ആരെങ്കിലും ഉണ്ടാവും. ഭഗവാൻ അവതരിക്കുമോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും നമ്മൾ തെറ്റിദ്ധാരണ മനസ്സിലാക്കിയത് 10 അവതാരങ്ങളേ ഉള്ളൂ എന്നാണ്. ഭാഗവതത്തിൽ 10 അവതാരങ്ങളല്ല ഉള്ളത്.
ഭാഗവതത്തിൽ പറയുന്നത് പ്രഥമസ്കന്ധം തൃതീയ അധ്യായം 26 ശ്ലോകം. 1 സ്കന്ധം 3 അധ്യായം 26 ശ്ലോകത്തിൽ പറയുന്നത് അവതാരാഹി അസംഖ്യേയ ഹരേ സത്വനിധേ ദ്വിജ യഥാവിദാസിന കുല്യ സരസ്സസ്യോ സഹസ്രച. എന്താ പറയുന്നത്? അവതാരാഹി അസംഖ്യം. ഭഗവാന്റെ അവതാരങ്ങൾ അസംഖ്യമാണ്. എപ്രകാരമാണോ ഒരു സാഗരത്തിലേക്ക് ചെറിയ ചെറിയ നദികളും തോടുകളും ചെറിയ അരുവികളൊക്കെ വന്ന് ചേരുന്നത്, ഇതുപോലെയാണ് ഭഗവാന്റെ പലവിധത്തിലുള്ള അവതാരങ്ങൾ എന്നാണ്. അപ്പം ഈ അവതാരം എന്ന് പറയുന്ന ആ കാഴ്ചപ്പാട് നമുക്കെല്ലാവർക്കും നല്ല ബോധം ഉണ്ടാവണം. നമ്മളെ കാണുന്നത് ശ്രദ്ധിക്കുക, നമ്മളെ കാണുന്നത് ഒരു ക്രിസ്ത്യൻ മതത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെയാണ്. ശരിക്കും വി ആർ നോട്ട് റിയലി ഹിന്ദുസ്. ഇപ്പോൾ നമ്മൾ ഹിന്ദുക്കളായിട്ടില്ല. കാരണം നമ്മുടെ കാഴ്ചപ്പാട് മുഴുവൻ ഈ ക്രിസ്ത്യൻ മിഷണറിമാരുണ്ടാക്കി വെച്ചിരിക്കുന്ന കുറേ തോട്ട്സിലാണ് എപ്പോഴും നമ്മൾ അമ്പലത്തിലൊക്കെ പോകുന്നത്. നമ്മളിപ്പോൾ അമ്പലത്തിൽ പോകുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? ദൈവം എന്നൊരു സുപ്പീരിയർ പവറുണ്ട്, ഒരു സൂപ്പർമാൻ പവറുണ്ട്. ഭഗവാൻ അങ്ങനെ ഒരു സൂപ്പർ മാജിക്കൽ പവറുണ്ട്. ഈ ഭഗവാൻ നമ്മുടെ സകല പ്രശ്നങ്ങളും തീർത്ത് നമുക്ക് അനുഗ്രഹം തരുന്നതാണ്. ഇത് ക്രിസ്ത്യൻ തോട്ട്സാണ്, ഇത് ഹിന്ദു തോട്ട്സ് അല്ല വാസ്തവത്തിൽ. കാരണം നിങ്ങൾ മനസ്സിലാക്കണം, ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് ടൈം കഴിഞ്ഞിട്ട് ഇവിടെ ഡോമിനേറ്റ് ചെയ്തത് ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളാണ്. കാരണം ഹിന്ദു കൾച്ചർ എന്ന് പറയുന്നത്, ഒന്നാമത് ഇവിടെ ഒരു കാലഘട്ടത്തിൽ സ്ക്രിപ്റ്റേഴ്സ് എല്ലാം ബ്രാഹ്മണന്മാർ മാത്രം കൈകാര്യം ചെയ്തു. അവരാണെങ്കിൽ ഈ ഓത്ത് മാത്രം പഠിച്ചു, ഊത്ത് പഠിച്ചില്ല. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലുള്ള തത്വങ്ങളൊന്നും അവർ വെറുതെ ഇത് ചൊല്ലാൻ മാത്രം പഠിച്ചു പോയി. പിന്നെ ഇത് മറ്റുള്ളവർക്കത്ര പ്രാപ്യമായിരുന്നില്ല. ഇതിനെങ്ങോട്ട് ഒരു സോഷ്യലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, സ്ത്രീകൾക്കൊട്ടും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരു കാലത്ത് ഭയങ്കരമായ കർക്കശമായ നിയമവ്യവസ്ഥകൾ, സ്ത്രീകൾ ഗായത്രി ചൊല്ലരുത്, സ്ത്രീകൾ അത് ചൊല്ലരുത്, വേദം കേട്ടുപോകരുത് നോക്കിയായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ളൊരു വളരെ മോശം ഒരു കാലാവസ്ഥ പണ്ട് ഹിന്ദു മതത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ സനാതന ധർമ്മത്തെക്കുറിച്ച് എല്ലാവരും കുറ്റം പറയുന്നത്. അതിൻ്റെ ഒരു ഓൾഡ്. ഇപ്പം അതല്ല, ഇപ്പം നമ്മളത് അതൊക്കെ റിഫൈൻ ചെയ്തു വന്നു. നാരായണ ഗുരുദേവൻ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയതൊക്കെ വലിയ വിവാദങ്ങളായിരുന്നു. മാതാമൃതാനന്ദമയി ദേവി അവർ ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠ നടത്തിയൊക്കെ വിവാദങ്ങളായിരുന്നു. കാരണം സ്ത്രീ ആയിരുന്ന ഒരാൾക്ക് പ്രതിഷ്ഠ നടത്താൻ യോഗ്യതയുണ്ടോ, അങ്ങനെ പല വിവാദങ്ങൾ. പക്ഷെ കാലം കൊണ്ട് ഭാരതത്തിൽ ഈ തരത്തിലുള്ള ചിന്തകൾക്കൊന്നും, സങ്കുചിത ചിന്തകൾക്കൊന്നും സ്ഥാനമില്ല. ഇപ്പം ആർക്ക് വേണമെങ്കിലും വേദം പഠിക്കാം, ഇപ്പം ആർക്ക് വേണമെങ്കിലും ശാസ്ത്രം പഠിക്കാം, ആർക്കും അതിൽ ഒരു ഒബ്ജക്ഷനും ഇന്നാരും പറയാനുമില്ല. ഇന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, പറയുന്നവൻ ഒറ്റപ്പെടുകയുള്ളൂ. കാരണം ആളുകൾക്ക് ഇത് എല്ലാവർക്കും വേണ്ടി എഴുതി വെച്ചതാണ്. ഭാഗവതവും വേദങ്ങളും എഴുതിയ വ്യാസരേ ബ്രാഹ്മണനല്ല, പിന്നെന്താ ചെയ്യുക? ഇനിയിപ്പോൾ പൂജിക്കുന്ന കൃഷ്ണനും ബ്രാഹ്മണനൊന്നല്ല. നാളെ ഇപ്പോൾ സുപ്രീം കോടതിയിൽ പോയിട്ട് പറയുകയാണ് ആരെങ്കിലും കൃഷ്ണനെ പൂജിക്കാൻ മറ്റുള്ളവർക്ക് അവകാശമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, സുപ്രീം കോടതിക്ക് പറയാൻ പറ്റില്ലല്ലോ കൃഷ്ണനെ ബ്രാഹ്മണനെ പൂജിക്കുക. കൃഷ്ണൻ ബ്രാഹ്മണനാണോ ചോദിച്ചത്? എന്താ പറയുക? കൃഷ്ണൻ തന്നെ ജനിച്ചിരിക്കുന്നത് യാദവ വംശത്തിലാണ്. ഇപ്പം യാദവ വംശത്തിൽപ്പെട്ട ഒരാളെയാണ് ബ്രാഹ്മണർ പൂജിക്കണമെന്ന് എവിടെ പറഞ്ഞിരിക്കുന്നത്? യാദവ വംശത്തിൽപ്പെട്ട ഒരാളെ യാദവന്മാർക്ക് പൂജിച്ചൂടെ? നാളെ സുപ്രീം കോടതിയിൽ വന്നു കഴിഞ്ഞാൽ, സുപ്രീം കോടതി എപ്പോഴും നോക്കുന്നത് വിശ്വാസങ്ങളൊന്നല്ലല്ലോ, കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡല്ലേ, റൈറ്റ്സ് ബേസ്ഡല്ലേ, അല്ലേ? അങ്ങനെ ഡിസിഷൻ വന്നേക്കാം. നമുക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല സത്യത്തിൽ. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇന്ന് ആ സോഷ്യലൈസേഷൻ വന്നപ്പോൾ ആളുകൾ ഇതൊക്കെ പഠിക്കാൻ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി, മനസ്സിലാവാൻ തുടങ്ങി. കാര്യങ്ങളൊക്കെ കൂടുതൽ ആഴത്തിൽ നമ്മൾ പഠിക്കാൻ തുടങ്ങി. ആണോ അല്ലയോ? കുറേ കൂടി അവബോധം ഇതിനെക്കുറിച്ച് ഇന്ന് ജനങ്ങളിൽ ഉണ്ടാവാൻ തുടങ്ങി. ഇപ്പം നമുക്ക് അങ്ങനൊരു വലിയൊരു സൗഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. ഈ ഒരു കിട്ടിയിരിക്കുന്ന സൗഭാഗ്യം നിങ്ങൾ നോക്കണം. ഈ ധ്രുവൻ്റെയൊക്കെ ജീവിതത്തിലുണ്ടല്ലോ, അങ്ങ് ഇറങ്ങി പുറപ്പെടുമ്പോൾ വഴി കാണിക്കാൻ നാരദരെത്തുന്ന പോലെ നമുക്ക് ഇന്ന് ഈ സൗകര്യങ്ങളിലൊക്കെ മുന്നോട്ടിറങ്ങാൻ നിങ്ങൾ തയ്യാറായാൽ ധാരാളം വഴികാട്ടികൾ. അതിൻ്റെ ഏറ്റവും നല്ല ഉത്തമ ഉദാഹരണമാണ് ഇന്ന് യൂട്യൂബ് ദൈവങ്ങൾ അല്ലെങ്കിൽ യൂട്യൂബ് അവതാരങ്ങളൊക്കെ. ഏറ്റവും കൂടുതൽ യൂട്യൂബിലൂടെ നമുക്കിന്ന് എന്തും പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഭാഗവതം പഠിക്കാൻ യൂട്യൂബിലുണ്ട്, രാമായണം വായിക്കാൻ യൂട്യൂബിലുണ്ട്, ഗീത വായിക്കാൻ പറയൂ. യൂട്യൂബിൽ എന്താ ഇന്നിപ്പോൾ ഇല്ലാത്തത് എന്നുള്ളതാണ്.
പണ്ടൊക്കെ ആളുകൾ എന്താണ് ട്യൂബിലൂടെയാണ് ലാസ്റ്റ് ഭക്ഷണം കഴിക്കുക. ഇന്നിപ്പോൾ ട്യൂബിലൂടെയാണ് മനുഷ്യൻ മനസ്സിനെ നന്നാക്കുന്നത്. കാലം മാറിപ്പോയി എന്ന് പറയാണ്. ഈ തരത്തിൽ മനുഷ്യന് ഇന്ന് ഭാഗ്യങ്ങളും അവസരങ്ങളും അനുഗ്രഹങ്ങളും ധാരാളം ഉണ്ട്. ധ്രുവൻ്റെ ജീവിതത്തിൽ അതാ കടന്നു വരുന്നു നാരദ മഹർഷി. നാരദ മഹർഷി, ഞാൻ ആ വിഷയം കംപ്ലീറ്റ് ചെയ്യാം. അതായത് നമ്മൾ അവതാരങ്ങളിൽ മനുഷ്യൻ്റെ സ്ഥാനം എന്താണ്, ഞാൻ ആ വിഷയം പറഞ്ഞപ്പോഴാണ് ഇതിലേക്ക് വന്നത്. അപ്പം നിങ്ങൾ ഭാഗവതത്തിൻ്റെ പ്രഥമ സ്കന്ധം എടുക്കുക, അതിൽ 3-ാം അധ്യായത്തിൽ 26-ാം ശ്ലോകം എടുക്കുക. ഇതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ക്രിസ്ത്യൻസാണ് ദൈവവും മനുഷ്യനും എന്ന് പറയുന്നത് 2 തട്ടിലാക്കിയത്. അവർ ദൈവത്തെ സുപ്പീരിയർ ആക്കി വെച്ചു. മനുഷ്യൻ ദൈവത്തിൻ്റെ മക്കളോ അടിമകളോ അല്ലെങ്കിൽ ആശ്രിതരോ ഒരു വളരെ നിസ്സഹായരോ ആയ ഒരവസ്ഥയിലെത്തിച്ചു. അപ്പം നമ്മളൊക്കെ അമ്പലത്തിൽ പോകുമ്പോൾ നമ്മളൊക്കെ ഒരു നിസ്സഹായ അവസ്ഥയുള്ളവരാണെന്ന് എവിടെയോ ഒരു ഉള്ളിൻ്റെ ഉള്ളിലൊരു ഇൻഫീരിയർ കോംപ്ലക്സിലാണ് നമ്മൾ എവിടെ പോകുന്നത്. ആണോ അല്ലേ? ഞാൻ പറയുന്നത് ശരിയാണോ അല്ലയോ? ആണോ? എന്നാൽ നിങ്ങൾക്ക് ഭാഗവതം പഠിക്കുമ്പോഴാണ് മനസ്സിലാവുക നമ്മുടെ പൊസിഷൻ എവിടെയാണ് വാസ്തവത്തിൽ. നിങ്ങൾ നോക്കൂ, 3-ാം അധ്യായത്തിൽ പ്രഥമ സ്കന്ധത്തിൽ 3-ാം അധ്യായത്തിൽ 26-ാം ശ്ലോകത്തിൽ പറയും, അവതാരാഹി അസംഖ്യേയ ഹരേ സത്വനിധേ ദ്വിജ യദാവിദാസിന കുല്യ സരസസ്യു സഹസ്രശ. അടുത്ത വരി പറയുന്ന വരികൾ നോക്കൂ. മനവോ ഋഷയോ ദേവ മനുപുത്ര മഹോജസ ഏതേച്ച അംശകല. കാണുന്നുണ്ടോ? സപ്രജാപതയസ്തത. പിന്നെന്താണ് അടുത്ത വരി? എന്താണ്? ഉറക്കെ ചൊല്ലു. ഏതേച്ച അംശകല കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാരി വ്യാകുലം ലോകെ മൃഡയന്തിചര. ഇങ്ങനെയാണ് പോവാണ്. അപ്പം ഇവിടെ 3 തരം അവതാരങ്ങളെക്കുറിച്ച് പറയാം. കൃഷ്ണസ്തു ഭഗവാൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ പൂർണ്ണാവതാരം ആണ്. ആരാണ്? അതായത് പൂർണ്ണചന്ദ്രനെ മനസ്സിലോർക്ക്. ആരാണ്? പൂർണ്ണചന്ദ്രൻ. ഇനി ചില അവതാരങ്ങളൊക്കെ അംശ അവതാരങ്ങളാണ്. അപ്പം ചന്ദ്രൻ്റെ ചെറിയൊരു അംശം. കുറച്ചുകൂടി കഴിഞ്ഞാൽ ഈ അംശം എന്തായി? കലയായി. ഏതേച്ച അംശകല. അംശമാണ് ചിലത് കലാവതാരങ്ങളാണ്, പിന്നെ പൂർണ്ണമാണ്. അപ്പോൾ അംശം, കല, പൂർണ്ണം എന്ന് പറയൂ. അംശം, കല, പൂർണ്ണം. അംശം എന്ന് പറഞ്ഞാൽ അർത്ഥം ശ്രദ്ധിക്കുക. എന്താണ് ഈ ചന്ദ്രനെ എടുക്കാൻ കാരണം വെച്ചാൽ ചന്ദ്രൻ്റെ ബിംബത്തിൽ ഗോളത്തിൽ സൂര്യൻ പൂർണ്ണമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴാണ് എന്തായി മാറുന്നത്? നമ്മളിപ്പോൾ പൗർണമി എന്ന് പറയുന്നത് എന്താണ്? സൂര്യൻ്റെ വെളിച്ചം പൂർണ്ണമായി ചന്ദ്രനിൽ പൂർണ്ണമായി പതിയുമ്പോഴാണ് നമുക്ക് പൂർണിമ കാണാൻ പറ്റുന്നത്. എന്നാൽ പിന്നീട് ചന്ദ്രൻ്റെ ഗോളം കറങ്ങുന്നതിനനുസരിച്ച് ആ ഒരു പൂർണ്ണത കുറഞ്ഞ് കലയായി, പിന്നത് ചെറിയൊരു ചന്ദ്ര പൊട്ടുമായി മാറി. ആണോ? ചന്ദ്രന് അങ്ങനെ ഒരു ഫുൾ കറക്കാൻ ഒരു ദിവസം ചന്ദ്രൻ്റെ പകലാണ് പൂർണിമ, ചന്ദ്രൻ്റെ രാത്രിയാണ് അമാവാസി. ചന്ദ്രന് ഒരു ദിവസം പൂർണിമയും അമാവാസിയും ഈ ഭൂമിക്ക് നടക്കുന്ന പോലെ ഉണ്ട്. പക്ഷേ ഭൂമിയിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ അതിനൊരു 30 ദിവസം എടുക്കും. എത്ര ദിവസം? അതായത് ഒരാൾ ഇവിടെ നിന്ന് ചന്ദ്രനിൽ പോയി ഒരു ദിവസം താമസിച്ചാൽ ഇവിടെ എത്ര ദിവസം കഴിഞ്ഞു? 30 ദിവസം. അവിടുന്ന് വിളിക്കുകയാണ് അവിടെ എത്തിയിട്ട്, അവിടെ സുഖം തന്നെയല്ലേ എന്ന്. 30 ദിവസം കഴിഞ്ഞു ഇവിടെ. അപ്പോൾ ഒരു കൊല്ലം അവിടെ താമസിച്ച് ഇവിടെ വരുമ്പോഴേക്കും കൊച്ചുകുട്ടികളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാകും. കാരണം കാലം അത്രയും മാറ്റമായി കഴിഞ്ഞു. മനസ്സിലായി? എന്തൊരു അത്ഭുതമാണെന്ന് നോക്കൂ നിങ്ങൾ. അപ്പോൾ എന്നതുപോലെ ഇവിടെ നമ്മുടെ മനസ്സെന്ന് പറയുന്നത് അംശമായ അവസ്ഥയിൽ നിൽക്കുകയാണ്. അതെന്താണ്? വാസനകൾ കൂടുതലും അതിലുള്ള ബോധപ്രകാശം, ഈശ്വരപ്രകാശം
കുറവുമാണ്. അപ്പം ആ ഈശ്വര പ്രകാശം എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. ഞാനത് പറയുമ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് അസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗീതയിൽ 7-ാം അധ്യായത്തിൽ, ഭഗവത്ഗീതയിൽ 7-ാം അധ്യായത്തിൽ 25-ാമത് ശ്ലോകം എടുത്തു നോക്ക്. അവിടെ പറയും 25-ൽ വളരെ മനോഹരമായിട്ട് കൃഷ്ണത അവതരിപ്പിച്ചിട്ടുണ്ട്. അവിടെ പറയുന്ന ശ്ലോകം ഇതാണ്: നാഹം പ്രകാശ സർവസ്യ. ഞാൻ അർജുന എല്ലാവരുടെ ഉള്ളിലുണ്ട്, പ്രകാശമായിട്ടുണ്ട്. പക്ഷേ അഹം കംപ്ലീറ്റ്ലി ന പ്രകാശ, എല്ലാവർക്കും ഞാൻ പൂർണ്ണമായി പ്രകാശിക്കുന്നില്ല. കാരണം യോഗമായ സമാവൃത, അവരുടെ ഉള്ളിൽ അത്രയും വാസനകളുടെ മായ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഞാൻ പൂർണ്ണമായി അവരിൽ പ്രകാശിക്കുന്നില്ല. അഹം ന പ്രകാശ സമ്പൂർണ്ണ, പൂർണ്ണമായി പ്രകാശിക്കുന്നില്ല. കാരണം കണ്ടു, ശ്ലോകം കണ്ടു, ഗീതയിൽ 7-ൽ 25-ാം ശ്ലോകം. നാഹം പ്രകാശ സർവസ്യ യോഗമായ സമാവൃത മൂഢോയം നാഭിജാനാതി മമാവിയം, അല്ലേ, അനുത്തം, അങ്ങനെയൊക്കെ പറയുന്ന ശ്ലോകമാണ്. അതായത് ഞാൻ എല്ലാവരിലും പ്രകാശിക്കുന്നുണ്ടെങ്കിലും മൈ റിഫ്ലക്ഷൻ ഈസ് നോട്ട് കംപ്ലീറ്റ്ലി റിഫ്ലക്റ്റഡ് ബിക്കോസ് ഓഫ് ദ മായ. ഉള്ളിൽ നിറഞ്ഞു കിടക്കുന്ന ആ മായയുടെ തീവ്രത കൊണ്ട്, ആ ഇരുട്ടിൻ്റെ അന്ധകാരം കൊണ്ട്, അതായത് ദുർബലത കൊണ്ട്, നമ്മളിലെ വീക്ക്നെസ് കൊണ്ട്, വളരെ ഇമോഷണൽ കൊണ്ട്, സെൻറ്റിമെൻ്റ് കൊണ്ട്, വളരെ ഡിസ്റ്റർബ്ഡ് മൈൻഡ് ആയതുകൊണ്ട്, അജിറ്റേറ്റഡ് മൈൻഡ് ആയതുകൊണ്ട്, റെസ്റ്റ്ലെസ് മൈൻഡ് ആയതുകൊണ്ട് നമ്മളിൽ ഭഗവാന്റെ ആ ചൈതന്യം വേണ്ടതുപോലെ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. അപ്പം നമ്മളൊക്കെ അങ്ങനെ കുറഞ്ഞൊരു പ്രകാശം, കുറഞ്ഞൊരു ബോധം, അവയർനെസ് ഉള്ളതുകൊണ്ട് നമ്മളെ വിളിക്കുന്ന പേരാണ് അംശാവതാരം. ആരാണ്? അപ്പം നമ്മളാരും ദൈവത്തിൻ്റെ മക്കളല്ല. ക്രിസ്ത്യൻസാണ് ഈ തോട്ട്സ് കൊണ്ട് മക്കളാണ്. നമ്മളൊക്കെ ഭഗവാന്റെ മുന്നിൽ യാചിക്കേണ്ടവരാണ്. യാചിക്കാനല്ല അമ്പലത്തിൽ പോകേണ്ടത്. കാരണം നമ്മൾ ദൈവത്തിൻ്റെ സൃഷ്ടിയല്ല. ഈ സൃഷ്ടി എന്ന കൺസെപ്റ്റാണ് ക്രിസ്ത്യൻസ് ഇവിടെ അടിച്ചുറപ്പിച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ് ഇസ്ലാമതും അടിച്ചുറപ്പിച്ചിരിക്കുന്നത്. അപ്പം സൃഷ്ടിക്കപ്പെട്ട നമ്മൾ ദൈവത്തിൻ്റെ മുന്നിൽ അടിമകളെപ്പോലെ, ദുർബലരെ പോലെ ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഹിന്ദുമതത്തിൻ്റെ കൺസെപ്റ്റേ അതല്ല. ഹിന്ദുമതം പഠിപ്പിക്കുന്നത് നമ്മൾ അംശാവതാരമാണ്. ഇനി എന്ത് വേണം? ഭഗവാന്റെ ആ നിറഞ്ഞ പ്രകാശം നമ്മളിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ മനസ്സെന്ന മീഡിയത്തെ നമ്മൾ ശുദ്ധീകരിച്ച് പവിത്രീകരിച്ചു കൊണ്ടിരുന്നാൽ അംശാവതാരം ക്രമേണ കലാവതാരമായി. കലാവതാരം കുറേ കഴിഞ്ഞാൽ അതാണ് ഭഗവാൻ പറയുന്നത്, നിങ്ങളും ഞാനും എല്ലാവരും ഒന്ന് തന്നെയാണ്. അപ്പം ആ പൂർണ്ണതയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പൂർണ്ണമിതം പൂർണ്ണാൽ പൂർണ്ണമുദശ്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ. ഇതാണ് നമ്മുടെ ഹിന്ദു സംസ്കാരം. അപ്പം നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നത് പ്രാർത്ഥിക്കാനല്ല. വാസ്തവത്തിൽ ഈ അംശമായതിനെ കലയിലേക്ക് ഉയർത്തണമെങ്കിൽ പ്യൂരിഫിക്കേഷൻ ആവശ്യമാണ്. അല്ലെങ്കിൽ റിഫ്ലക്ഷൻ മീഡിയം റിഫ്ലക്റ്റ് ചെയ്യില്ല. കണ്ണാടി തുടയ്ക്കുന്ന പോലെ അഗ്നി പുക നിറഞ്ഞാൽ അത് അഗ്നിയുടെ കുഴപ്പമില്ല. അഗ്നി ഉണ്ട്, പക്ഷെ അതിനിങ്ങോട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ, പ്രകടമാവാൻ ഈ പുക അതിനെ സമ്മതിക്കുന്നില്ല. അപ്പം നമ്മൾ ഊതിയോ വീശിയോ എന്ത് ചെയ്യണം? ആ പുക അവിടുന്ന് മാറ്റുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ ഉള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഈ വാസനയുടെ പുകമണ്ഡലം നമുക്ക് ക്രമേണ അവിടുന്ന് മാറ്റണം. ഇതിനാണ് ഞാൻ ക്ഷേത്രത്തിൽ പോകുന്നത്. അംശാവതാരമായ എന്നെ കലാവതാരത്തിൽ നിന്ന് പൂർണ്ണാവതാരത്തിലേക്കും എത്തിക്കാൻ. ഇതല്ലേ ശരി? ഇതല്ലേ ശരിക്കും ഹിന്ദുക്കൾ അനുഷ്ഠിക്കേണ്ടത്? ഇതല്ലേ ഹിന്ദുവിസത്തിൻ്റെ കാഴ്ചപ്പാട്? ആണോ അല്ലയോ? ഇപ്പം നമ്മൾ കൊണ്ടു നടക്കുന്നത് ക്രിസ്ത്യനൈസ്ഡ് കൾച്ചറാണ്. ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്, ദുർബലരാണ്, യാചിക്കേണ്ടവരാണ്. ദൈവം നമ്മളെക്കാൾ സുപ്പീരിയർ പവറാണ്. സൂപ്പർമാനോ അല്ലെങ്കിൽ ബാറ്റ്സ്മാനോ വല്ല നമ്മുടെ ഇപ്പോഴത്തെ ഈ കോമിക് കഥാപാത്രങ്ങളെപ്പോലെ ഒരു ആളായിട്ടാണ് ആരെ കാണുന്നത്? കൃഷ്ണനെയൊക്കെ നിങ്ങൾ കാണുന്നത്. ഈ ഭാഗവതം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അച്ഛൻ വസുദേവരി എന്ന് കൃഷ്ണൻ്റെ മുന്നിൽ പറയാണ്, എന്തൊക്കെ കഷ്ടം ഉണ്ടായിരുന്നു കൃഷ്ണ, എനിക്ക് ഇത്ര ദുരിതമുണ്ട്, എൻ്റെ മനസ്സ് മുഴുവൻ വിഷമങ്ങളും ദുഃഖങ്ങളാണെന്ന്. ഭാഗവതം 10-ാം സ്കന്ധം 10-ാം സ്കന്ധം 85-ാം അധ്യായം 23-ാം ശ്ലോകത്തിലെ വരികളെടുത്ത് നോക്കൂ. അച്ഛനോട് പറയുന്ന വരികളുണ്ട്, അച്ഛൻ്റെ ദുരിതം മാറ്റാൻ എനിക്ക് പറ്റില്ലല്ലോ അച്ഛ,
കാരണം അഹം യൂയം അസോ ആര്യ ഇമേച്ഛദ്വാരകൗകസ സർവേപി ഏകം ആത്മാ. ഒരേ ആത്മാവാണ് നമ്മളെല്ലാവരും. എല്ലാവരിലും ഇരിക്കുന്നത് ഒരേ ആത്മാവ് തന്നെയല്ലേ. അപ്പം എനിക്ക് അച്ഛൻ്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല. അച്ഛൻ തന്നെ അച്ഛൻ്റെ മനസ്സിനെ ഉയർത്തുകയല്ലാതെ വേറൊരു വഴിയില്ല എന്ന് അച്ഛനെ ഉപദേശിക്കുന്ന കൃഷ്ണൻ. ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ഭാഗവതം കേൾക്കാതിരിക്കുക നല്ലത്. ഇപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കാരണം ഈ പ്രാർത്ഥിച്ച് അതിലൊരു സുഖം കാണുമ്പോൾ ഈ ചില പട്ടികൾക്ക് അങ്ങനെ ഒരു സുഖമുണ്ട്. ഈ പട്ടികളുണ്ടല്ലോ, ഇപ്പം അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. പണ്ട് ഈ വീടുകളിലൊക്കെ കൊയ്ത്തും നെയ്ലും ഒക്കെ ഉള്ള കാലത്ത് ഉമി പുറത്തെവിടെയെങ്കിലും കൊണ്ട് തീരും. ഈ പട്ടികളൊന്നും ഇന്നത്തെ പോലെ വീട്ടിൽ വളരുന്ന പട്ടികളൊന്നും കൂട്ടിലിട്ട് വളർത്തി അങ്ങനെയൊക്കെയുള്ള കുറവായിരിക്കും. പട്ടികൾ അങ്ങനെ മേഞ്ഞ് നടന്നോളും അവിടെ വീട്ടിൽ, കാവൽക്കാരായിട്ട് അവിടെ നിന്നോളും. അവരെന്താ വെച്ചാൽ അന്നത്തെ പട്ടികളൊക്കെ ഈ പഞ്ചായത്ത് മെമ്പേഴ്സിനെ പോലെയാണ്. എല്ലാ വീട്ടിലും പോയി അവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് എല്ലാ വീട്ടിലും അവർക്കൊരു കണക്ഷൻ ഉണ്ടാവുമോ? ഒന്നും മിണ്ടാത്തത് ഇല്ലേ? വളരെയധികം എനിക്ക് തോന്നുന്നു അവരാണ് പിൽക്കാലത്ത് പഞ്ചായത്ത് മെമ്പേഴ്സ് ആവണമെന്നുണ്ടൊരു സംശയമുണ്ട്. ദയവ് വിചാരിച്ചിട്ട് ക്ഷമിക്കണേ. കാരണം പഞ്ചായത്തിലെ കുറേ ആൾക്കാർ ഇവിടെ വന്നിരിക്കുന്ന ദിവസം കൂടിയാണ്. നമ്മുടെ ഒരു ആദരണീയ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടി ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറയുമ്പോൾ ഞാൻ ശ്രദ്ധിക്കണം വാക്കുകളൊക്കെ. അപ്പം നോക്കൂ നിങ്ങൾ. അപ്പം അന്നത്തെ കാലത്തെ പട്ടികൾ അങ്ങനെയാണ്. അവർ ഈ ഉമിയിൽ പോയി കിടക്കും. ഉമിക്ക് ചെറിയ തീയൊക്കെ കൊടുത്തിട്ടുണ്ടാകും. കാരണം ഉമിക്കരിയൊക്കെ അങ്ങനെയല്ലേ ഉണ്ടാക്കുന്നത്. ഈ തീ കൊണ്ട് ഇതിൻ്റെ രോമമൊക്കെ കരിയും. എന്നാലും ആ പട്ടി അവിടെ തന്നെ പോയി കിടക്കും. ഇത് തനിക്ക് ചെറിയ ചൂടും ചെറിയൊരു കരിച്ചിലൊക്കെ തരുന്നു എന്ന് കണ്ടാലും അതിനതൊരു ഇഷ്ടമാണ്. ഇതാണ് പലർക്കും ഉള്ള ഭക്തി. അവർ ശീലിച്ചതിൽ നിന്ന് മാറുവാൻ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് ഇതൊരു സുഹൃതമാണ്, ഇതൊരു ഭാഗ്യമാണ്, ഇതൊരു അനുഗ്രഹമാണ്, ഇതൊരു ജന്മാന്തര പുണ്യമാണ്. ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കിട്ടിയാൽ ജന്മം സഫലമായി. അതാണ് നമ്മളൊക്കെ അവിടെ വന്നിരിക്കുന്നത്. അപ്പം അംശത്തിൽ നിന്ന് കലയിലേക്കും കലാവതാരത്തിൽ നിന്ന് പൂർണ്ണാവതാരത്തിലേക്കുമുള്ളൊരു തീർത്ഥയാത്രയാണ്, ട്രാൻസ്ഫോർമേഷനാണ്, അപ്ലിപ്മെൻ്റാണ്, എൻലൈറ്റ്മെൻ്റാണ് എൻ്റെ ജീവിതയാത്ര. ഇതാണ് ശ്രീബുദ്ധൻ പറയുന്ന ബോധോദയം എന്നുള്ളത്. ഇതാണ് കൃഷ്ണനും പറയുന്ന മോക്ഷം എന്ന് പറയുന്നത്. എല്ലാവരും പറഞ്ഞിരിക്കുന്ന ആ ഒരു യാത്ര ഇതാണ്. ഇതൊരു തീർത്ഥയാത്രയാണ്. ഇത് നമുക്ക് ക്ലിക്ക് ചെയ്യണം നമ്മുടെ ഉള്ളിൽ.